എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി വ്യക്തിപരമായി എനിക്കൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ട സജി തോമസ്, നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. 28ാം സ്ഥാനത്ത് നിന്നുള്ള ഈ കുതിപ്പിൽ നിങ്ങളുടെ പിന്തുണയ്ക്ക് വലിയ പങ്കുണ്ട്. ഒപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ നിക്ഷേപകരുടെയും സ്വന്തം നാടാണ്. രാജ്യത്തിൻ്റെ നൂതന വ്യവസായ ഹബ്ബാകാനുള്ള ഈ യാത്രയിൽ ഓരോ സംരംഭകനൊപ്പവും സംസ്ഥാന സർക്കാരുണ്ട്. നിങ്ങളുടെ സംരംഭം നാടിൻ്റെ അഭിമാനമാണ്. സ്നേഹപൂർവ്വം പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഈ ഒപ്പിടുന്നതിന് മുമ്പ് എഴുതിയേക്കുന്നത് നിങ്ങളുടെ സംരംഭം നാടിൻ്റെ അഭിമാനമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി കേട്ടോ. കാരണം എന്നെ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. എൻ്റെ പേര് വരെ വിളിച്ചാണല്ലോ മെസ്സേജൊക്കെ വന്നത്. വളരെ സന്തോഷം തോന്നി. മുഖ്യമന്ത്രിക്ക് ഒരു നമസ്കാരം, നന്ദി. പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട്. എൻ്റെ പ്രസ്ഥാനം എന്നാന്നുള്ള ഇപ്പോൾ എനിക്കറിയത്തില്ല. എൻ്റെ പ്രസ്ഥാനം 2023 ആദ്യം മുടിഞ്ഞ് മുദ്രയിട്ട് പോയ വിവരം ഞാൻ യൂട്യൂബിൽ കൂടെ തന്നെ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ ലോകം മുഴുവനുള്ള മനുഷ്യരോട് വിളിച്ചു പറഞ്ഞതാണ്. അതിനുശേഷം ഒരു ഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എൻ്റെ പ്രസ്ഥാനം എന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ എനിക്ക് ഇത് വിട്ടതെന്ന് എനിക്കറിയത്തുമില്ല. അപ്പം ഞാനുടനെ എന്നാ കാണിച്ചു, എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു മെസ്സേജ് മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്കും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഔത്തൽ ഇത് തന്നെ എഴുതിയേക്കുന്നത് നിങ്ങളുടെ സംരംഭം നാടിൻ്റെ അഭിമാനമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സ്നേഹിത സംരംഭം ഉള്ളത്? അതൊരു 3 വർഷം മുമ്പ് മുടിഞ്ഞ് മുദ്രയിട്ട് പോയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് എൻ്റേത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ നടക്കുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിചയക്കാരെ ഒത്തിരി പേരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ട്. അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സംരംഭം നാടിന് വളരെ അഭിമാനമാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വാവൊളിച്ചിരിക്കുക, പൂട്ടിക്കെട്ടിപ്പോയ ഞങ്ങൾക്ക് എന്നാ സംരംഭമാണ് നാടിന് അഭിമാനമായിട്ടുള്ളതെന്ന്. ഞാനോർത്തിന് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്ത് വിട്ടതിനെ മുഖ്യമന്ത്രി ഒന്ന് പ്രശംസിച്ചതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. ഊടുപാട് തെറിയാണല്ലോ നടക്കുന്നത്. ഈ തെറി നടക്കുന്നതിനിടയ്ക്ക് കമൻറ്റെല്ലാം മിക്കതും നമ്മൾ നോക്കുമ്പോൾ ഊടുപാട് തെറിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ തെറി വരുമ്പോൾ ഏതൊക്കെയാലും ഇത് നല്ല അഭിമാനമാണെന്ന് ഏതൊക്കെയാലും മുഖ്യമന്ത്രി പറയാൻ ന്യായമില്ല. അതല്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അല്ല ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി ഇരിക്കുന്നതിനെയാണ് സംരംഭം എന്ന് വിളിച്ചത്. ഒന്നുകൂടെ പറയാം, ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നതിനെയാണ് സംരംഭം എന്ന് വിളിച്ചതെങ്കിൽ ഈ സംരംഭം കേരളത്തിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഗുണങ്ങൾ പലതുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം 1, 5 പൈസയുടെ മുതൽ മുടക്കില്ല. 2, തൊഴിലാളികൾ വേണ്ട. 3, ഒരു നികുതിക്കാരനെ പേടിക്കേണ്ട. ഇൻകം ടാക്സ് ഇല്ല, പിന്നെ GST ഇല്ല, ഒരു നികുതിയില്ല. ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകാരൻ പോലും അന്വേഷിക്കാനും വരാനില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ഒരു തരിമ്പും പേടിക്കേണ്ട. ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുന്നവൻ എന്നാ ഉദ്യോഗസ്ഥനെ പേടിക്കാനാണ്? ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്തെല്ലാം വലിയ ആരോഗ്യകരമായൊരു ഗുണമുണ്ട്. കാര്യമായിട്ട് വയറ്റിലോട്ടും വായിലോട്ടും ഒന്നും പോകാത്തത് കൊണ്ട് പ്രഷറും ഉണ്ടാകുകയില്ല, ഷുഗറും ഉണ്ടാകുകയില്ല, കൊളസ്ട്രോളും ഉണ്ടാകുകയില്ല. പിന്നെ അതിൻ്റെ പേരിലുള്ള ട്രീറ്റ്മെൻറ്റും വേണ്ട, അതുകൊണ്ട് ചികിത്സയും വേണ്ട. എങ്ങനെ നോക്കിയാലും ഈ ചൊറിയും കുത്തിയിരിക്കുന്ന സംരംഭം വളരെ നല്ലത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലുടനീളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പം അത്യാവശ്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളെല്ലാം നിന്നിട്ട് വഴി നീളം ഈ സാരി കൊണ്ട് മറച്ച കഞ്ഞിക്കട, കപ്പക്കടകളൊക്കെ തുടങ്ങിയത് പോലും നിക്കക്കളില്ലാതെ പൂട്ടി. കാരണം സാധനത്തിന് അതുപോലെ വിലയായതുകൊണ്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റിയല്ല. ഈ സംരംഭത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരിടത്തും പോകേണ്ടാത്തത് കൊണ്ട് അലക്കിയ മുണ്ട് വേണ്ട, ഷർട്ട് വേണ്ട, ഒന്നും വേണ്ട. ഒരു കയ്യിലും ഒരു ബനിയനും ഉണ്ടെങ്കിൽ ജീവിതം പരമസുഖം. 5 പൈസ വേണ്ടാത്ത സംരംഭം. ഈ സംരംഭം നാടിൻ്റെ അഭിമാനമാണെന്നാണ് മുഖ്യമന്ത്രി നമ്മളോട് വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞത്. എന്നിട്ടുണ്ടല്ലോ, ഇത് നമുക്കിട്ടല്ല, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിട്ട് അവരുടെ നമ്പർ എടുത്ത് അവർക്കൂടി അയച്ചപ്പം സർക്കാർ ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് എന്ന വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ വിവരം എടുത്ത് അവർക്ക് മെസ്സേജ് വിട്ടു. ഗമയ്ക്കങ്ങ് വിട്ടതാണ്. പക്ഷേ ഇന്ത്യൻ നിയമത്തിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു പൗരൻ്റെ ഫോൺ നമ്പരോ സ്വത്ത് വിവരങ്ങളോ ഡിജിറ്റൽ ആകട്ടെ അല്ലാത്തതാകട്ടെ അത് കൈയെത്തി പിടിക്കുന്നത്, സ്വകാര്യ വിവരങ്ങളോ ഒക്കെ കൈയെത്തി പിടിക്കുന്നത് ശിക്ഷാർഹമാണ്. മാത്രമല്ല 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അതിന് എതിരുമായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഇത് കുറ്റകരമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ പൗരന്മാരാണ്.
ഈ പൊതുജനം അലഞ്ഞു നടക്കുന്നവന്മാർ വളർത്തുമൃഗങ്ങളുമാണ്. വളർത്തുമൃഗങ്ങളെന്നും പറയാൻ പറ്റിയല്ല, തെരുവ് പട്ടിയുടെ തുല്യമായിട്ടാണ് ഈ കൂട്ടുന്നത്. അതുകൊണ്ട് പൊതുജനത്തിന് ആരും ചോദിക്കാനില്ല. ഉദ്യോഗസ്ഥന്മാർ പൗരന്മാരായതുകൊണ്ട് അവർ നേരെ കേസിന് പോയി. കാരണം ഇന്ത്യൻ നിയമത്തിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഓരോ പൗരൻ്റെയും ഫോൺ നമ്പരോ സ്വകാര്യ വിവരങ്ങളോ ഡിജിറ്റലാകട്ടെ അല്ലാത്തതാകട്ടെ കയ്യെത്തിപ്പിടിക്കുന്നത് കുറ്റകരമാണ്. പൗരൻ്റെ ഉദ്യോഗസ്ഥന്മാർ പൗരനായതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ, കേരളത്തിലെ ശമ്പളക്കാരും പെൻഷൻകാരും ഭരണവർഗവും ഉൾപ്പെടുന്ന 15 ലക്ഷം പൗരന്മാർ കേരളത്തിലുണ്ട്. ബാക്കിയുള്ള 3,35,00,000 അടിമകൾ. അപ്പോൾ അവരെന്നാ കാണിച്ചു? അതുകൊണ്ട് കോടതിയിലോട്ട് പോയി. കോടതി ഇപ്പോൾ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് നോട്ടീസ് അയക്കുകയോ പിടിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ പൊതുജനം പൗരനല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി കേസിന് പോകാൻ ഒരു പട്ടിക്കുറുക്കനുമില്ല. അതുകൊണ്ട് അവർക്ക് സ്വകാര്യതയില്ല, അവരുടെ സ്വകാര്യതയിൽ കടന്നുകയറ്റവുമില്ല. അതുകൊണ്ട് പൊതുജനം എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ 5 പൈസ ചിലവില്ലാത്ത പുതിയ സംരംഭത്തെ ഓർത്തും ഇങ്ങനെ ഒക്കെ ആക്കിയ ഭരണത്തെ ഓർത്തും ഒക്കെ ഇങ്ങനെ കോൾ മയിർ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സമാധാനമുള്ള അന്തരീക്ഷമുള്ള സ്ഥലമാണ് കേരളം എന്നും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഭരിക്കുന്നവരൊരു പടയുടെ പിൻബലത്തോടെയാണ് പോകുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കോൾമയർ കൊണ്ടിരിക്കുന്നവന്മാർ എപ്പോഴെങ്കിലും വശക്കേടായെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത് ഞാൻ ഓർക്കുന്നു. എന്നതാണേലും കേരളത്തിൽ ഇപ്പം വളർന്നു വരുന്നതും അനേകർക്കുള്ളതുമായ ഈ പുതിയ സംരംഭത്തെ കണ്ടുപിടിച്ച ഗവൺമെൻറ്റിൻ്റെ PR വർക്ക് ടീമിന് വലിയ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.